ഇത് ഡോക്ടർ ടി.ഐ. രാധാകൃഷ്ണൻ. വൈദ്യവൃത്തിയോടൊപ്പം വേദവും സാഹിത്യവും കലയുമൊക്കെ ഒരുമിച്ച് നെഞ്ചിലേറ്റിയ തൃശൂർ പൂങ്കുന്നത്തെ ആരാധ്യനായ ബഹുമുഖ പ്രതിഭ. എപ്പോഴും കഴുത്തിൽ സ്റ്റെതസ്കോപ്പ്, എന്നാൽ ഉള്ളിൽ എന്നും എരിയുന്നത് ഹോമകുണ്ഡം. ഡോക്ടർക്ക് ഓരോ കർമ്മവും ഓരോ യാഗമാണ്, യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസ്സാണ്. 41 കൊല്ലമായി മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു രോഗിയോട് അങ്ങനെ ഫീസ് ഇന്നതാണെന്ന് പറയുകയോ ചോദിച്ചു വാങ്ങുകയോ ചെയ്യാറില്ല. മാത്രമല്ല, ആസ്പത്രി കിടക്കുന്ന രോഗികൾക്ക് ഞാനും എൻ്റെ ഭാര്യയും വിസിറ്റിംഗ് ഫീസ് ചാർജ് ചെയ്യാറുമില്ല. രോഗികൾ കൺസൾട്ടേഷൻ ഫീ തന്നാൽ മേടിക്കും, തന്നില്ലെങ്കിലും ഒരു വിരോധവുമില്ല. അതുപോലെ തന്നെ വിസിറ്റിംഗ് ഫീസും. എൻ്റെ അച്ഛൻ ഒരു വലിയ വൈദ്യനും അതുപോലെ തന്നെ ഒരു മാന്ത്രികനുമായിരുന്നു. സിദ്ധവൈദ്യത്തിലായിരുന്നു അച്ഛൻ്റെ പ്രാഗൽഭ്യം മുഴുവനും. അപ്പോൾ ഒരിക്കൽ ഒരു രോഗി സ്വർണ്ണഭസ്മം അച്ഛൻ കൊടുത്തപ്പോൾ 4 അണ മേശപ്പുറത്ത് വെച്ചു. അത് രോഗി പോയപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ 4 അണയ്ക്ക് സ്വർണ്ണഭസ്മം കൊടുത്താൽ എന്തായിരിക്കും നമുക്കുണ്ടാവുന്ന നഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചേ ഉള്ളൂ. അന്ന് തന്നെ വൈകുന്നേരം 4 മണിക്ക് വെറും ഒരു സാധാരണ പനിക്ക് ഒരു രോഗി അച്ഛന് 500 രൂപ കൺസൾട്ടേഷൻ ഫീ മേശപ്പുറത്ത് വെച്ചു. അത് ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ ദൂരെയുള്ള എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ ഈ 500 രൂപ നീ കണ്ടോ? അതും 4 അണയും നമ്മൾ ആവശ്യപ്പെട്ടില്ല, 500 രൂപയും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ദൈവം വളരെ കരുണാനിധിയാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവം കോമ്പൻസേഷനാണ്. അപ്പോൾ ആ കോമ്പൻസേഷൻ ദൈവം ചെയ്യുകയിലാണ് പ്രവൃത്തി. അത് തന്നെയായിരിക്കണം വൈദ്യവൃത്തിയിൽ എൻ്റെ മെയിൻ ഉദ്ദേശം. അറുപത്താറാമത്തെ വയസ്സിലും ഈ ഡോക്ടർ കർമ്മനിരതനാണ്. വീട് തന്നെ ആശുപത്രിയും ആശുപത്രി വീടുമാക്കി മാറ്റിയ 41 കൊല്ലമായി 24 മണിക്കൂറും രോഗികളോടൊപ്പം ചിലവഴിക്കുന്ന ഡോക്ടർ. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചേട്ടൻ ഒരു ഡോക്ടറാവുക എന്നുള്ളത്. അത് ചില പ്രത്യേക കാരണങ്ങളാൽ അത് നടന്നില്ല. അപ്പോൾ അച്ഛൻ ആഗ്രഹിച്ചത് ചേട്ടൻ വഴി നടക്കാത്തത് വന്നപ്പോൾ അത് ഏറ്റെടുക്കേണ്ട ചുമതല എനിക്ക് വന്നു. അല്ലെങ്കിൽ ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു IAS കാരനൊക്കെ ആകാനായിരുന്നു ആദ്യകാല ആഗ്രഹം. പക്ഷേ വൈദ്യരംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതായിരുന്നു ഏറ്റവും നല്ല ചോയ്സ് എന്നുള്ളത് വളരെ വേഗം മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വൈദ്യവൃത്തി എൻ്റെ തൊഴിലും എൻ്റെ വിനോദവും എൻ്റെ ഉപാസനയുമാണ്. ഒരു ഗാന്ധിയനാണ് ഞാനെന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ലെങ്കിലും ആ ചിന്താഗതിയോടായിരുന്നു എനിക്ക് അടുപ്പം. അപ്പോൾ ഞങ്ങൾ വൈദ്യവിദ്യാർത്ഥികളായി മെഡിസിന് ചേർന്നപ്പോൾ അന്ന് റാഗിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ക്രൂരമായ നിലയിൽ നിലനിന്നിരുന്നു. ആദ്യത്തെ കൊല്ലം നിശബ്ദമായി ഞങ്ങളതൊക്കെ സഹിച്ചെങ്കിലും ഞങ്ങൾ സീനിയറായപ്പോൾ ഞങ്ങളതിനെ എതിർക്കാൻ തീരുമാനിച്ചു. ആ എതിർപ്പ് വളരെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് വഴിവെച്ചത്. അന്ന് കേരളത്തിലെ ഏറ്റവും ആരാധ്യ പുരുഷന്മാരിൽ ഒരാളായ ശ്രീ കേളപ്പൻ അത് ഏറ്റെടുക്കുകയും അത് കേരളത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ചെയ്തു. മാത്രമല്ല, അന്ന് പ്രഗത്ഭരായ പല മെഡിക്കൽ കോളേജ് പ്രൊഫസർമാരുടെ അതിലുള്ള ഇൻവോൾവ്മെൻറ്റുകളും അവർ പരോക്ഷമായും പ്രത്യക്ഷമായും ഇതിന് സഹായം ചെയ്യുന്നതുമൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുകയും റാഗിംഗ് പ്രോസിക്യൂഷന് വിധേയമാണ് എന്ന് സർക്കാരിനെ കൊണ്ടൊരു ഓർഡിനൻസ് പുറപ്പെടുവിക്കത്തക്ക വിധം തന്നെ അത് വ്യാപകമായി വ്യാപ്തിയുള്ളതായി തീരുകയും ചെയ്തിരുന്നു.
ഹൗസ് റെസിഡൻസി കാലത്ത് ഞങ്ങൾക്ക് പല നിലയിലും ഞങ്ങളെ സഹായിച്ച ഒരാളാണ് അന്നത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രൊഫസറായിരുന്ന പ്രിൻസിപ്പളും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ തങ്കവേലു. റാഗിങ്ങിനെ ഏറ്റവും എതിർത്ത ഒരാളായിരുന്നു അദ്ദേഹം, ആദ്യം മുതൽ അവസാനം വരെ. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും കിട്ടിയിരുന്നു. ഹൗസ് റെസിഡൻസ് ആയിരുന്ന ഞങ്ങൾക്ക് അന്നത്തെ സ്റ്റൈപ്പൻഡ് വെറും 75 രൂപയായിരുന്നു. അത് ഞങ്ങൾ ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വൈമനസ്യം കാണിച്ചു അന്ന് മെഡിക്കൽ കോളേജിലുള്ള പലരും. പക്ഷേ ഡോക്ടർ തങ്കവേലുവും അന്നത്തെ ഗവർണർ ഭരണകാലത്തുണ്ടായിരുന്ന അഡ്വൈസർമാരും ഞങ്ങൾക്ക് അനുകൂലം നിന്നതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മാത്രമല്ല അന്നാണ് ആദ്യമായി കേരളത്തിൽ ഹൗസ് റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊണ്ടത്.